കോൺഗ്രസിലെ ഗ്രൂപ്പ് വടംവലിയിൽ കോതമംഗലത്തെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലം മാറ്റവും പുനർനിയമനവും. കെ.ജെ. കുര്യാക്കോസിന്റെ കാര്യത്തിലാണ് അനുകൂലമായും പ്രതികൂലമായും നേതാക്കൾ രംഗത്തിറങ്ങിയത്. കേരള പോലീസിന്റെ ഘടനയിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്നാണ് കോതമംഗലത്ത് സർക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടത്. കോതമംഗലത്തേക്ക് ആരെ നിയമിക്കണമെന്നതിൽ കോൺഗ്രസ് നേതാക്കൾ പല അഭിപ്രായക്കാരായിരുന്നു. ഒന്നിലധികം പേരുകൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും വകുപ്പുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കും മുമ്പിലെത്തി. കെ.ജെ. കുര്യാക്കോസിനെ നിയമിച്ചുകൊണ്ടാണ് ഒടുവിൽ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത്. ഈ നിയമനത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ അസംതൃപ്തരായി. 2 ദിവസത്തിനകം തന്നെ കെ.ജെ. കുര്യാക്കോസിനെ ആലുവയിലേക്ക് സ്ഥലം മാറ്റിയും ഷിഹാബ് എന്ന മറ്റൊരു സർക്കിൾ ഇൻസ്പെക്ടറെ കോതമംഗലത്തേക്ക് നിയമിച്ചുകൊണ്ടുമുള്ള പുതിയ ഉത്തരവിറങ്ങി. ഈ ഉത്തരവിനെതിരെ മറുവിഭാഗം നേതാക്കൾ പ്രതികരിച്ചു. അവർ കെ.ജെ. കുര്യാക്കോസിന് വേണ്ടി ഉന്നത നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തി. ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയ നേതൃത്വം ആഭ്യന്തര വകുപ്പിൽ നിന്ന് വീണ്ടും ഉത്തരവിറക്കിച്ചു. ആ ഉത്തരവ് പ്രകാരം കെ.ജെ. കുര്യാക്കോസ് തന്നെ വീണ്ടും കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടറായി മാറുകയും ചെയ്തു. ഇനിയും മാറ്റം മറിച്ചിലുകൾക്ക് സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ചർച്ച. കോതമംഗലം, ഊന്നുകൽ, കുട്ടമ്പുഴ എന്നീ 3 സ്റ്റേഷനുകളുടെ ചുമതലയാണ് കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർക്കുള്ളത്. GTV ന്യൂസ്, കോതമംഗലം.